ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 10 മിനിറ്റിൽ തീയൊന്നും കത്തിക്കാതെ തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. കാണുന്ന സമയത്തും ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളാണല്ലോ എന്ന് തോന്നും. സംഭവം സിമ്പിൾ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു അരക്കപ്പ് പാലാണ് എടുക്കുന്നത്. ഈ പാലെന്ന് പറയുമ്പോൾ തിളപ്പിച്ചിട്ടാണ് പാലെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം എടുക്കണം. നമ്മളിപ്പോൾ ഡയറക്റ്റാണ് പാലെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം ഒരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സാക്കി നോക്കുക. വിപ്പിംഗ് ക്രീമിൽ മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തിരി കൂടെ വേണ്ടി വരും. ടേസ്റ്റ് നോക്കിയിട്ട് മധുരത്തിന് നോക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ആദ്യത്തെ ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താലും മതി. അത്യാവശ്യം ഒന്ന് ക്രീമി ടെക്സ്ചറിലേക്ക് കിട്ടിയാൽ മതി. ഇതിലേക്ക് എന്തെങ്കിലും കളർ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തിരി ആക്കി കൊടുക്കുക. ഞാനൊരു നുള്ള് യെല്ലോ കളറാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. വൈറ്റ് കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതും ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. ഇനിയൊരു 6 or 7 പീസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, കണ്ടൻസ്ഡ് മിൽക്ക്, പാല്, വിപ്പിംഗ് ക്രീം, ആ ഒരു മിക്സ് ഒന്നുകൂടെ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കുക. സാധാരണ ബ്രെഡ് റോളിനൊക്കെ വേണ്ടി നമ്മൾ വെള്ളത്തിലോ പാലിലോ ഒക്കെ മുക്കിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള മിൽക്ക് മിക്സ് മുഴുവനായിട്ടൊന്ന് കളയണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് നനവെത്തും വേണേ, എന്നാലേ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെക്കുക. ഇതിലേക്ക് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്കും വൈറ്റും എടുത്തിട്ടുണ്ട്. വൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ കുറച്ച് ക്രീം എക്സ്ട്രാ എടുത്തിട്ട് ഒന്നൊരു സ്പൂണിലായിട്ട് വെച്ചൊന്ന് ആക്കി കൊടുക്കണേ. എന്നാലാണ് ലാസ്റ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ ഒരു ക്രീം ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. സാധാരണ വൈറ്റ് കളറിലുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ള് പിങ്ക് കളർ ആക്കിയിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ബ്രെഡിന് ചെറിയൊരു നനവുള്ളത് കൊണ്ട് തന്നെ അതിൽ പിടിച്ചിരുന്നോളും. അതിൻ്റെ 2 സൈഡിൽ ഇതുപോലെ ഒന്നങ്ങ് മുക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു പിങ്ക് കളർ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാം വാങ്ങിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് തന്നെ മതി കേട്ടോ. അതിൽ ഇതുപോലെ റോൾ ചെയ്തെടുത്താലും ടേസ്റ്റിലൊരു വ്യത്യാസമില്ല. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒഴിവാക്കരുത് കേട്ടോ. അതുകൂടെ ഉണ്ടെങ്കിലാണ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ അളവിൽ ഇതുപോലത്തെ ഒരു 6 or 7 പീസേ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 2 കളറിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് റോളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പോലെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് തോന്നുന്നത്. ഇങ്ങനെ പ്ലെയിനായിട്ട് വെറുതെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 or 3 പീസ് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് ഇതുപോലെ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ കൂട്ട് കുറച്ച് ബാക്കിയുണ്ടാവും. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കുന്ന സമയത്ത് ശരിക്കും വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ ഒരു ടേസ്റ്റില്ല. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ട്രസ്ലെച്ചസ് കേക്കൊക്കെ കഴിക്കുന്നില്ല, ആ ഒരു ടേസ്റ്റിലും കഴിക്കാം കേട്ടോ. അപ്പം ആ ഒരു മിൽക്കിൻ്റെ മിക്സിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ടും ചെയ്യാം. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടാണ്. ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്